സോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ മാജിക് മെഷ്. അപ്പം ആദ്യമേ തന്നെ ഒരു സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് ഒരു വലിയ സോറി ഗൈസ്. അപ്പം ഈ ഒന്നൊരു ജോലിക്ക് പോവുകയാണ്. അപ്പം ഈ 2025 ഞാൻ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജോലി കാരണം 2 പ്രാവശ്യം സ്റ്റേഷനിൽ കയറി. അപ്പം എൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് ഇത്. മോട്ടോർ വ്ളോഗിങ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ട്രാവൽ വ്ളോഗൊന്നും അല്ല, പക്ഷേ ഒരു ട്രാവലാണ്. തിരുനെല്വേലി വരെ പോവുകയാണ്. അപ്പം ജോലിയുടെ കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ പോകുന്ന വഴിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് എൻ്റെ വണ്ടിയാണ്, ഓല. ഞാൻ ഈ വണ്ടിയിലല്ല പോകണം കേട്ടോ, തിരുനെൽവേലി. എന്താണ് ജോലി എന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്താണ് പോലീസ് കേസ് ആവാൻ്റെ ഉള്ള ഇഷ്യൂ എന്താണ് എല്ലാം ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പം നേരെ വണ്ടിയിലോട്ടാണ് നേരെ പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇതാണ് കേട്ടോ വണ്ടി. ഇങ്ങനെ വണ്ടിയുടെ താക്കോല് കാണിച്ച് ബോക്സ് എല്ലാം വണ്ടിയിൽ കയറ്റി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകണം ഗായ്സ്. ഇപ്പം ഇതാണ് ഗായ്സ് ക്യാബിൻ. പുതിയ വണ്ടിയാണ് ഗായ്സ്, ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഫുള്ളൊന്ന് സർവീസ് അടിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കണ ഈ ബോക്സ് എല്ലാം വണ്ടിയിൽ കയറ്റണം. അതാണ് പരിപാടി. ബോക്സ് കയറ്റി വയ്ക്കാമോ? ബോക്സ് ഇറക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 രൂപയ്ക്കകത്ത് സാധനം എടുക്കും. കോഴി മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഫോണ് ബ്ലോഗിങ്. നിന്റെ ഐഫോണും തേങ്ങാക്കോലയും പറ്റിട്ട് കോഴിയാണ് എടുക്കാൻ പോണേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ആകാരം ഇവരുടെ ചോദിച്ചേ ചിലവര് പറയണതേ നമ്മള് കേസൊക്കെ വന്നില്ലേ, വേറെ എന്തിനൊക്കെ ഇല്ലീഗൽ ബിസിനസ് എന്നാണ് പറയുന്നത്. അത് കാണിച്ചു കൊടുക്കാൻ. എന്നാ എനിക്കൊന്നുമില്ലല്ലേ, എനിക്ക് സ്വന്തമായിട്ട് വണ്ടി മാത്രം. 30 ബോക്സ് കോഴി എടുക്കാൻ പോണേ. 10 ബോക്സാണ് കോഴി എടുക്കാൻ പോയി. നമ്മ ഇവിടെ പൊട്ടനായിട്ട് പോകുന്നില്ല. എത്ര ആയിടാ? 5, 10, 15, 20. നീ ഇത് പുതിയ ഇട്ടിട്ട് ഇവിടെ ഇവിടെ നിന്നെ അടിമപടി കൊണ്ടുപോകണത്. നീ വല്ല വെറും പണി ഇട്ടിട്ട് വാ. നീ പോ. 25 ബോക്സ് 5 കൂടെ കയറ്റാ. 30 ബാക്കി 2 ഇവിടെ അടിക്കടാ. കറക്റ്റായിരിക്കില്ലേ? നമ്മൾ എടുക്കണേ 10 ആഡംബരത്തിന് ഒരു കുറവുണ്ട്. ഇവിടെ സിനിമ മലയാളി എന്ന് പറഞ്ഞാൽ ലാവിഷായിരിക്കണം. വണ്ടി അങ്ങ് ഫുൾ ലോഡായി. പക്ഷെ എടുക്കാൻ പോകുന്നത് വെറും 10 ബോക്സാണ്. ഗായ്സ്, അങ്ങനെ പമ്പിൽ വന്നിട്ടുണ്ട് ഡീസൽ അടിക്കാൻ. മലയാളി ഫുൾ ടാങ്കാ. എന്തിന് വളക്കാൻ തിരിക്കുന്നത്? എന്താ അവിടെ കാണാൻ പോണേ? ആ പേര് ഞാൻ മാറ്റു ഗായ്സ്. അങ്ങനെ വേണ്ട, പെട്രോൾ അടിക്കാൻ തുടങ്ങി. ഫുൾ ടാങ്ക് ആണ് വണ്ടിയിൽ. ആ സ്റ്റോപ്പ് നിൽക്കൂല. വേണ്ട, മലയാളിയിൽ ഫുൾ ടാങ്ക് അടിക്കേണ്ട പൈസ ഇരിക്കണേ. പൈസ കളി തന്നെ. വേണ്ട, എണ്ണ വേണ്ട. മുതലാളി ഇത്ര ലോങ് പോണ്. എച്ചിത്തനം കാണിക്കണം മുതലാളി. 1000 രൂപയ്ക്ക് അടിച്ച്, 1000 രൂപയ്ക്ക് അടിച്ച് എച്ചിത്തനം കാണിക്കണം മുതലാളി. എന്തിനാ അങ്ങനെ 3000 രൂപയ്ക്ക് അടിക്കുമ്പോഴാണ് വെള്ളം തരണേ. നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കണേണ്ട. അങ്ങനെ 1000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോഴേ ട്രിപ്പ് നോക്കാം. കാണാൻ പറ്റില്ല. ഇവന് ഒട്ടും കുറവില്ലടാ. എന്നാണ് എനിക്ക് 4176 ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ കോഴിപ്പണ്ണയിലെ മാനേജർ എണ്ണ. നമ്മൾ തോവാളെ വന്ന് ഈ അണ്ണൻ്റെ പൈസ കൊടുത്ത് എത്ര കിലോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയണ സ്ഥലത്ത് പോയി നമ്മൾ കോഴി പിടിക്കും ഗൈസ്. ഇതാണ് മാനേജർ. മുതലാളിനെ ചാർജ് ചെയ്യാൻ സ്ഥലത്ത് ഇറക്കി ഗൈസ്. മുതലാളി ഇനി ചാർജ് ആയിട്ട് വരും ഗൈസ്. അങ്ങനെ മുതലാളി വന്നിരിക്കുകയാണ്. മുതലാളി എന്ത്
എന്തായാലും ഒരു കാര്യം പറയട്ടെ, എന്തായാലും വന്നില്ലേ അങ്ങനെ നമ്മൾ പണ്ണ എത്തിയിട്ടുണ്ട്. കോഴിപ്പണ്ണ മുതലാളി വണ്ടി നിറച്ച് 35 ബോക്സ് കൊണ്ടുവന്ന്. എത്ര ബോക്സ് കോഴി പിടിച്ചേ? 10 ബോക്സ്. ഇതാണ് ഗായ്സ് മുതലാളി. ലാഭമായാലും നഷ്ടമായ മുതലാളി. ആൾക്കാരെ വെച്ചാൽ എന്തിന് എല്ലാരും നമ്മളെന്തോ കഞ്ചാവോ മറ്റേ മറിച്ച് ഇതിലെവിടെ കൊണ്ടുവരായി. അപ്പൊ ഗൈസ് കണ്ട ഇതിന്റെ അത് നട്ടിരിക്കണം എന്താണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ബാക്കിയൊക്കെ പിന്നെ മുതലാളി ഫിറ്റാണ്, നല്ല ഫിറ്റാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ബില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പം പണ്ണയെന്ന് പോവുകയാണ് ഗൈസ്. ഇല്ല മുതലാളി ഒട്ടും നാറ്റിക്കില്ല മുതലാളി. അപ്പം ഗൈസ് വണ്ടി ചലിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബാക്കി പോണത് ഫുഡ് കഴിക്കണതൊക്കെ ഇനി കാണാം. അങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടി അഫ്താ മാർക്കറ്റിൽ നിന്ന് അഫ്താ മാർക്കറ്റ് കഴിക്കാൻ പോയതിന് ശേഷം ബാക്കി വീഡിയോസ് എടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ വീട്ടിൽ വന്നിട്ട് ആണ് ഇപ്പം ഇത് എടുക്കുന്നത് ഈ വീഡിയോ. അതിൻ്റെ ബാലൻസ് ഞാൻ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഫോണിലുള്ളതെല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാം വന്നിട്ട് ഞാൻ ലാപ്ടോപ്പിലൊക്കെ ആയിരുന്നു, ഇപ്പം തന്നെ മാറ്റിയായിരുന്നു. ലാപ്ടോപ്പിൽ മാറ്റിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ജെ കഫേയിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ വന്നിട്ട് ലോഡ് ഇറക്കി. അപ്പം അത്രേ ഉള്ളൂ വ്ളോഗ്. പിന്നെ വണ്ടി അവരുടെ വീട്ടിൽ പോകൊണ്ട് ഒതുക്കി. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഒരാൾ ബിസിനസ് ചെയ്യുന്നു, അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ നോക്കും. ആ ബിസിനസ് ആകുമ്പോഴങ്ങനെയാണ്. അപ്പം കള്ളക്കേസ് കൊടുക്കേണ്ടത് ഒരാവശ്യമില്ലായിരുന്നു. അപ്പം ആ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കോഴിയുടെ ഇതിന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരിക്കൽ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 പേരുണ്ടായിരുന്നു ഫസ്റ്റ് കേസ് കൊടുത്തപ്പോൾ. കഞ്ചാവ് കേസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ എഴുതി കൊടുത്തു, അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഈ ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ജോലി ഡെയിലി ഇല്ല, ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒന്നിടവിട്ടാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോഴാണെങ്കിൽ പോകുന്നുണ്ട്. ആ പ്രശ്നത്തിന് ശേഷം വലുതായിട്ട് പോകുന്നുമില്ല, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോലീസ് വന്നു. ഫസ്റ്റ് വന്നപ്പോഴും അതിൻ്റെ 5-6 പേരിൽ കേസുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം പോലീസ് വന്നപ്പോൾ എൻ്റെ പേരിലും ഓണറിൻ്റെ പേരിൽ മാത്രം ജോയുടെ അവരുടെ പേരിൽ മാത്രമേ കേസുള്ളൂ. അപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് കോഴി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടാണ് അടുത്ത കേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്ത് കോഴിയുടെ ചിറവിൻ്റെ ഇടയിൽ വെച്ച് കഞ്ചാവ് കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെയാണ് കേസ്. അപ്പം ഭയങ്കര ഞാനൊക്കെ എന്താ പറയാ എല്ലായിടും അറിഞ്ഞ്. പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മളിങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അപ്പാടെ ഒരു വിഷമമല്ലേ. അതിനുശേഷം ആ ജോലി വലുതായിട്ട് പോകുന്നുമില്ല. അവൻ കാരണം എനിക്ക് പ്രശ്നം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ സിഗരറ്റ് വലിക്കുക പോലുമില്ല. അവൻ പിന്നെ അതിനുശേഷം എന്നെ ജോലിക്ക് വിളിക്കാത്തത്. ഓക്കെ, ബട്ട് ഇത്രയേ ഉള്ളൂ. 30 ബോക്സ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് വെറും 10 ബോക്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തോ സംഭവം പോലെ ആൾക്കാർ തോന്നും. പക്ഷെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. 10 ബോക്സ് കോഴി എടുക്കാനാണ് വെറും പോകുന്നത്. അപ്പം ആൾക്കാർ പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. അപ്പം ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഗായ്സ്. ഇനി ഉറപ്പായിട്ടും ഓരോരോ കണ്ടന്റുകളിട്ട് വരും. അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് പൊളിക്കാം. മേക്ക് മോർ വീഡിയോസ് ഗായ്സ്.